ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഞാനിതാ രാവിലെ എണീറ്റിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ദോശയും അതേപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. നമ്മുടെ ഈസ്റ്റപ്പം പോലെ ഉണ്ടാക്കാനാണ് ഞാൻ നോക്കിയത്, പക്ഷേ എൻ്റെ ഈസ്റ്റ് എന്നെ ചതിച്ചു. സോ ഇന്ന് ഞാൻ നമ്മുടെ മലപ്പുറം സ്റ്റൈലിൽ പച്ചരി ദോശയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ചിക്കൻ കറി ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചിക്കൻ കറിയും ദോശയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ദോശയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ബോഡി വെയിറ്റ് നല്ലോണം കൂടുന്നുണ്ട്. അതുമാത്രമല്ല എനിക്ക് പീരീഡ്സ് ലേറ്റ് ആയിട്ടാണ് ആവണേ, ഇറഗുലർ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യണേ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ പോവാണ്. നല്ല എരിവുള്ള കറിയാണ് കൂട്ടുന്ന ദിവസമൊക്കെ ഞാൻ നല്ല മധുരത്തിലാണ് കേട്ടോ ചായ കുടിക്കാം. അപ്പോൾ കുറച്ചായിട്ട് നിങ്ങളോട് ചോദിക്കണം വിചാരിക്കുന്നതാണ്, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അത് ബോറിംഗ് ആണോ, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ എന്തായാലും ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. അധികമൊന്നുമില്ല, 2-3 സാധനമേ വാങ്ങിക്കാനുള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കടയിലേക്ക് പോവാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇപ്പം വേണ്ട സാധനം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞാനത് മീൻ നന്നാക്കാൻ പോവാണ്. ഇന്ന് എനിക്ക് പലവകയാണ് കിട്ടിയത്, അതായത് പലതരത്തിലുള്ള മീനാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പലവക എന്ന് പറയണേ. സത്യം പറഞ്ഞാൽ ഈ മീനൊന്നും ഞാൻ കൂട്ടൂല. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. കോര, അതേപോലെ മുള്ളൻ, ഇതിൻ്റെയൊക്കെ പേരറിയാം. ബാക്കിയുള്ള മീനൊന്നും ഞാൻ കൂട്ടൂല. അപ്പോൾ അച്ഛനൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കറി വെക്കുന്നത് തന്നെ. അപ്പോൾ മീൻ കറി ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. മുളകിട്ടിട്ടാണ് കേട്ടോ. തേങ്ങ അരച്ച് കൂട്ടുന്നതൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ മുളകിടുന്നതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യും. സത്യം പറഞ്ഞാൽ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഗുരു അമ്മമ്മയാണ് കേട്ടോ. പണ്ട് ഞാൻ ഈ പൊട്ടറ്റോ ഫ്രൈസ് ആ വക ഐറ്റംസൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഈ ചിക്കൻ കറി, ഫിഷ് കറി, ചോറ് കറി, അതേപോലെ രാവിലത്തെ ചായക്കനം ഇതൊന്നും ഉണ്ടാക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ അമ്മമ്മയാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ കുറച്ച് വലുതായപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ നോക്കി എൻ്റേതായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ കറിയും അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചാണ് കേട്ടോ. ചിക്കൻ ഇന്നലെ വാങ്ങിയതിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേനി. ജസ്റ്റ് മസാല തേച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് സോയ സോസും ടൊമാറ്റോ സോസും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ച സാധനമാണ്. അപ്പോൾ അത് പൊരിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ അടുക്കളത്തെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കുമ്പർ ജ്യൂസല്ല, കുക്കുമ്പർ കൊണ്ട് ഞാൻ ഐസാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പോൾ ഭയങ്കര ചൂടാണ്. വേനലായി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ പോക്കാണ്. എൻ്റെ റൂമിൽ കിടക്കും ഭയങ്കര ചൂടാണ്. രാത്രി കിടക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര പുകച്ചിലൊക്കെയാണ്. അപ്പോൾ നല്ല തണുത്തത് എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഐസ് ഉണ്ടാക്കണേ. സംഭവം ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ കുക്കുമ്പർ കട്ട് ചെയ്തിട്ടിട്ട് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ 2-3 ഏലക്കായ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുകയാണ് ചെയ്യണം. ഓവർ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുക്കുമ്പർ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അരിച്ചെടുത്തത്. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അതിൽ ഇലക്കായൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കണേ. പിന്നെ ഞാൻ എൻ്റെ അടുത്തൊരു മോൾഡ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് വർഷങ്ങളായി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പോഴാണ് ഞാനൊന്ന് എടുക്കണേ. സംഭവം ഇതിന് മുമ്പ് ഞാൻ പച്ചമാങ്ങനെ സ്ക്വാഷ് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, സ്ക്വാഷ് കൊണ്ട് ഐസ് ഉണ്ടാക്കിയിട്ടുണ്ടേന്. അതിനുശേഷം ഇപ്പോഴാണ് ഇതൊന്ന് പൊടി തട്ടി എടുക്കണത്. ഈ മോൾഡിൽ നമ്മുടെ പാലൈസൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അതായത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. ഇങ്ങനത്തെ ഐസൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നല്ലപോലെ കിട്ടും. പിന്നെ ആ മോൾഡിലേക്ക് ആ ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സെറ്റാക്കി വെക്കാൻ പോവാണ്. ഇതിലൊരു കോല് കാണാനില്ല. ഇനിയിപ്പോൾ തപ്പിപ്പോയി എന്തായാലും കിട്ടൂല. അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും സാധനം തപ്പാൻ പോകുമ്പോൾ അതെൻ്റെ കൈക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് നല്ലോണം സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോൾഡിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ജ്യൂസ് ബാക്കിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനത് കുടിക്കാതെ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ്. 2 നാരങ്ങയുടെ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. സ്പ്രൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ സോഡ വാട്ടറൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂട് സമയത്ത് കുടിക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ ഈ കുക്കുമ്പർ ജ്യൂസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ ഹെൽത്തി ആണല്ലോ. പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് തേനാക്കി കഴിഞ്ഞാൽ സംഭവം ഡബിൾ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ അടിപൊളിയാണ്. ഇത് കുടിക്കുമ്പോഴൊക്കെ ഒരു സമാധാനം, മനസ്സിനൊക്കെ ഒരു സുഖമാണ്. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുറ്റം ഞാൻ എന്നും അടിച്ചു വരുമല്ലോ കേട്ടോ. കുറേ ഇലയൊക്കെ വീണ് കിടക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ അടിച്ചു വരുള്ളൂ. പിന്നെ ആണെങ്കിൽ ജനവാതിൽ നിറച്ച് പൊടിയാണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടി ഇങ്ങനെ പോകുമ്പോൾ വേനലായതുകൊണ്ട് നല്ല പൊടി ഉണ്ടാവും. ഇനിയിപ്പോൾ മേലെ റൂമൊക്കെ 2 ദിവസം കൂടുമ്പോഴൊക്കെ അടിച്ചു വാരി തുടച്ചിടേണ്ട അവസ്ഥയാണ്.
അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടീസും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ചിക്കൻ പൊരിച്ചതും കുറച്ച് ചിക്കൻ കറിയും നാരങ്ങയുടെ പീസും കുറച്ച് ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഇതാ നമ്മുടെ ഐസൊക്കെ നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഡെയിലി വ്ലോഗ് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ അല്ലെങ്കിൽ വാട്ട് ഐ കുക്കിൻ്റെ ഡേ ആക്കി മാറ്റിയല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയില്ല. കാരണം എൻ്റെ വീഡിയോസിൽ കൂടുതലും കുക്കിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എൻ്റെ ഡേ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഐസൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് മധുരം കുറവാണ്, എന്തായാലും ഞാൻ മധുരം കുറച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആഗ്രക്ക പേട പറഞ്ഞ സംഭവം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഇങ്ങനെ ഡൽഹി ആഗ്രയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് കൊണ്ടുവന്നപ്പോൾ കുറച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് നൊസ്റ്റ് അടിച്ചു പോയി. കാരണം എൻ്റെ കോളേജിൽ നിന്ന് ഐവി പോയത് ഡൽഹി മണാലിയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ട്രെയിനിലാണ് പോയത്. അപ്പോൾ ട്രെയിനിൽ ഓരോ സ്റ്റേറ്റ് എത്തുമ്പോൾ ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. കേല പഴം പോയി, അതേപോലെ മുന്തിരി, പേരക്ക, അങ്ങനെ ഓരോ ഐറ്റംസ് പോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയ ഒരു സാധനമാണ് ഈ ഒരു ആഗ്രക്ക പേട എന്നുള്ളത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കഴിച്ച് നോക്കണം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് ആരൊക്കെയോ വാങ്ങിച്ച് ഞാനൊന്ന് കഴിച്ച് നോക്കി. കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് ഞാൻ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ട്രെയിനിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്കിട്ടൊരു സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഇപ്പോൾ കഴിച്ചപ്പോഴും അതേ ഫീലാണ്. എനിക്കിപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും നൊസ്റ്റ് അടിച്ചു എനിക്ക്.